എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ടീച്ചർ ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്ന കാര്യത്തിൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്, ഡെമോ ക്ലാസ്സിന് പോകുമ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന കണ്ടന്റ് നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം പോവാൻ. അപ്പൊ നിങ്ങൾ പറയും, അത് പിന്നെ ഡെമോ ക്ലാസ്സിന് പോകുമ്പോൾ പിന്നെ നമ്മൾ കണ്ടന്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടല്ലേ പോകൂ എന്ന്. പക്ഷേ അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ ഏത് കണ്ടന്റ് ആണ് എടുക്കാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ ഏത് സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചർ ആയാലും ആ സബ്ജക്റ്റിലെ കണ്ടന്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പല തവണ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് കണ്ടന്റ്, എന്തൊക്കെയാണ് ഈ വർഷം പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫ്രണ്ട് പേജിൽ നിന്ന് ചോദിക്കില്ല, അവർ എന്താണ് കണ്ടന്റ്, എന്തൊക്കെയാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളത് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ട് പേജ് ഒന്ന് നോക്കി വെക്കുകയാണെങ്കിൽ, എന്തൊക്കെ പാഠഭാഗങ്ങളാണ് എനിക്ക് പഠിപ്പിക്കാനുള്ളത് എന്നൊന്ന് നോക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം പല ടീച്ചർമാരും എടുക്കാനുള്ള, അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള ഡെമോ ക്ലാസിന്റെ കണ്ടന്റ് മാത്രം നോക്കിയിട്ടാണ് പോവാറുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റിന്റെ ടീച്ചർ ആണെങ്കിലും ഏത് ക്ലാസ്സിലായാലും അതൊക്കെ ഒന്ന് ജസ്റ്റ് ആ കണ്ടന്റ്, ആ ഫ്രണ്ട് പേജ് ഒന്ന് നോക്കി വെച്ചിട്ട് വേണം പോകാൻ. ഇനി രണ്ടാമത്തെ കാര്യം, ചില ഇന്റർവ്യൂ ചെയ്യുന്നവര് അവര് തന്നെ ടോപ്പിക് സജസ്റ്റ് ചെയ്യും, എന്നിട്ട് അത് കുട്ടികളുടെ മുന്നിൽ ഡെമോ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയും. അതേസമയം ചില ഇന്റർവ്യൂ ചെയ്യുന്നവര് നിങ്ങൾ ഏതെങ്കിലും പ്രിപ്പയർ ചെയ്ത കണ്ടന്റ് ഉണ്ടെങ്കിൽ, ടോപ്പിക് ഉണ്ടെങ്കിൽ അത് എടുത്തോളാൻ വേണ്ടി പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്ത ടോപ്പിക് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് അത്ര വലിയ ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇന്റർവ്യൂ ചെയ്യുന്നവർ സജസ്റ്റ് ചെയ്ത ടോപ്പിക് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവർ സജസ്റ്റ് ചെയ്ത ടോപ്പിക് അറിയാം, പക്ഷെ മുഴുവനായും ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ നിങ്ങൾ അവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുക. അതായത്, ഞാൻ വേറെ ടോപ്പിക് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്, അത് എടുത്താൽ മതിയോ എന്നൊന്ന് ചോദിക്കുക. അതല്ല, നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം വേണം. ഇത് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ മുന്നിൽ വെച്ച് പറയണം. അല്ലാതെ നിങ്ങൾ അവർ സജസ്റ്റ് ചെയ്ത ടോപ്പിക്ക് എങ്ങനെ തുടങ്ങണം, എങ്ങനെ പഠിപ്പിക്കണം എന്നൊന്നും അറിയാതെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒന്നും പഠിപ്പിക്കാൻ പറ്റാതെ വെറുതെ നിൽക്കുക എന്ന് വെച്ചാൽ അത് വളരെ മോശമല്ലേ? അപ്പോ എന്തുകൊണ്ടും അതിലും നല്ലത് എനിക്ക് പഠിപ്പിക്കാൻ ഈ ടോപ്പിക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഡെമോ എടുക്കാൻ അവർ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നിങ്ങൾ അവർ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, കോൺഫിഡന്റ് ആണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ചെന്ന് ക്ലാസ് എടുക്കാം. പ്രിപ്പയർ ആവാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഡെമോ ക്ലാസ് എടുക്കേണ്ടത് കുട്ടികളുടെ മുന്നിൽ വെച്ചല്ല, ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ മുന്നിൽ വെച്ചാണ് ഡെമോ ക്ലാസ് എടുക്കേണ്ടതെങ്കിലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്റർവ്യൂ ചെയ്യുന്നവര് ഏതെങ്കിലും ബുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. അവര് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. അതായത്, ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയോ, ഈ ടോപ്പിക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നൊക്കെയാണ് അവര് ചോദിക്കുക. അത് നമ്മൾ ക്ലാസ്സിൽ കുട്ടികളുടെ മുന്നിൽ ഡെമോ ക്ലാസ് എടുക്കുന്ന പോലെ 10-20 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. ഈ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അവർ നിങ്ങളെ ജഡ്ജ് ചെയ്തിരിക്കും. അപ്പോ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ മുന്നിൽ വെച്ച് ഡെമോ ക്ലാസ് എടുക്കാൻ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികളുടെ മുന്നിലാകുമ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാലോ, അത് മാത്രമല്ല കുട്ടികളുടെ മുന്നിൽ നമ്മൾ ശരിക്കും ടീച്ചർമാരായിട്ട് തന്നെ അങ്ങനെ തന്നെ ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അവരോട് കുറച്ച് സമയം റിക്വസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഡെമോ ക്ലാസ് എടുക്കുന്നത് ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ മുന്നിലാണെങ്കിൽ അത്രയധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഭംഗിയായി പറയുക, അത്രമാത്രം മതി. ഇനി മൂന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ടീച്ചർമാർ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യമാണ് ഇത്. അതായത്, ഡെമോ ക്ലാസ്സിൽ ചില ടീച്ചർമാർ കുട്ടികളോട് ഇങ്ങനെ പറയും, ഞാൻ നിങ്ങളുടെ ഡെമോ ടീച്ചറാണ്. അതേസമയം ഇന്റർവ്യൂ ചെയ്യുന്നവരോട് പറയും, സർ, ഞാൻ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കും, ഞാൻ കുട്ടികളോട് ആദ്യം തന്നെ ഇങ്ങനെ ചോദ്യം ചോദിക്കും, ഞാൻ കുട്ടികളോട് ഇന്ന ചോദ്യം ചോദിക്കും എന്നൊക്കെ പറയും. ഇത് തന്നെ തെറ്റാണ്.
നിങ്ങൾ കുട്ടികളോട് ഒരിക്കലും നിങ്ങൾ ഒരു ഡെമോ ടീച്ചറാണ്, ഡെമോ ക്ലാസ് എടുക്കാൻ വന്ന ടീച്ചറാണെന്ന് ഒരിക്കലും പറയരുത്. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു ടീച്ചറാണ്. സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ക്ലാസ്സിൽ പോയിട്ട് ഡെമോ എടുക്കുന്നത്. അപ്പോ നിങ്ങൾ സാധാരണ ഒരു ടീച്ചറായിട്ട് തന്നെ അവിടെ പഠിപ്പിക്കുക. ഇനി നിങ്ങൾ ഇന്റർവ്യൂവറുടെ മുന്നിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ ഒരു ടീച്ചറാണ്. ഇന്റർവ്യൂ ചെയ്യുന്നവർ നിങ്ങളെടുത്ത് പറയും, ടീച്ചറെ ഞങ്ങൾക്കൊരു ഡെമോ ക്ലാസ് എടുത്ത് കാണിച്ചു തരണം എന്ന്. അപ്പൊ അവിടെയും നിങ്ങൾ അവരുടെ ടീച്ചറും അവര് നിങ്ങളുടെ സ്റ്റുഡൻസും ആണ്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നല്ല കോൺഫിഡൻസോടെ, അതായത് ഒരു പെർമനന്റ് ടീച്ചർ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അതേ കോൺഫിഡൻസോട് കൂടി തന്നെ അവരുടെ മുന്നിൽ വെച്ച് പഠിപ്പിക്കുക. ശരിക്കും ഒരു റിയൽ ടീച്ചറായിട്ട് തന്നെ നിങ്ങൾ അവരുടെ മുന്നിൽ പെരുമാറണം. ഈ ഒരു തെറ്റ് പല ടീച്ചർമാർക്കും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വരാതിരിക്കാനാണ് ഞാൻ ഇതിപ്പോൾ പറഞ്ഞത്. അതായത് ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ മുന്നിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അതുപോലെ കുട്ടികളുടെ മുന്നിൽ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ആ ഒരു കൺഫ്യൂഷൻ ഇപ്പൊ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ടീച്ചർമാർ നല്ല അറിവുള്ളവരാണ്. ഞാൻ എന്തായാലും പഠിപ്പിച്ച് കുട്ടികളുടെ മുന്നിൽ നന്നായി പഠിപ്പിച്ച് സെലക്ഷനും കൊണ്ടേ പോവുള്ളൂ എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നിട്ടുള്ള ടീച്ചർമാരായിരിക്കാം. അങ്ങനെ സെലക്ഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ മാത്രം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നാലോ കുട്ടികൾ ഉറങ്ങിപ്പോവും. നിങ്ങൾക്ക് അപാര അറിവൊക്കെ തന്നെയാണ്, പക്ഷേ ഇവിടെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ആ അറിവിനെ ഉപയോഗിച്ച് കുട്ടികളിൽ നിന്ന് കാര്യങ്ങൾ വരുത്തണം. ഡെമോ ക്ലാസിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെക്കാൾ കൂടുതൽ കുട്ടികൾ സംസാരിക്കണം. നിങ്ങൾ ഉത്തരം പറയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികളിൽ നിന്ന് ഉത്തരം വരുത്തണം. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കും കുട്ടികളിൽ നിന്ന് തന്നെ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇങ്ങനൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. അതേസമയം ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ കുഴപ്പമാകും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് ഡെമോ ക്ലാസ്സിന് വേണ്ടി തയ്യാറെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനും മറ്റു ടീച്ചേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട്, പുതിയ ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.